ഇന്നത്തെ നമ്മുടെ ബ്രെഡ് സാൻഡ്വിച്ച്. ഇത് നമുക്ക് വളരെ ഈസി ആൻഡ് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. ഇതെന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ എന്തായാലും ഇനി ഇതിന്റെ റെസിപ്പി നമുക്ക് എങ്ങനെയാണ്. ബ്രെഡ് നമുക്ക് ടോസ്റ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ബട്ടർ എടുത്ത് കുറച്ച് നമുക്ക് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മെൽറ്റായി വന്നതിന് ശേഷം നമുക്ക് അതിലോട്ട് ഒരു 4 പീസ് ഓഫ് ബ്രെഡ് ഇതേപോലെ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് വെക്കാം. ഇങ്ങനെ വെച്ചാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ബട്ടർ ലാഭിക്കാം. ലാഭിച്ച ബട്ടർ കുറച്ചെടുത്ത് ഇതേപോലെ മുകളിൽ തൂക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒരു ഫ്ലേവർ കുറച്ചും കൂടി കിട്ടും നമ്മുടെ ബ്രെഡിന്. ഇങ്ങനെ കൂടുതൽ ബട്ടറൊക്കെ തേച്ച് നമ്മൾ മറിച്ചിടുമ്പോഴാണ് ആ നഗ്നസത്യം നമ്മൾ അറിയുന്നത്. ബ്രെഡ് കരിഞ്ഞു പോയ ബ്രെഡ് ഇനി നമുക്ക് കാണിക്കാൻ പറ്റില്ലല്ലോ. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലെ കരിയാത്ത ബ്രെഡ് കുറച്ചെടുത്ത് വെച്ച് നമുക്ക് ഇതേപോലെ സെറ്റ് ചെയ്യാം. ദെൻ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഫില്ലപ്പ് ചെയ്യാനായിട്ട് മുട്ട എടുക്കാം. ഇത് പുഴുങ്ങിയ മുട്ടയാണ്. ഇത് രണ്ടായിട്ട് നമുക്ക് 2 പാത്രത്തിലാക്കാം. അത് എഗ്ഗ് വൈറ്റ് വേറെ, നമ്മുടെ യെല്ലോ ഇത് വേറെ, അങ്ങനെ 2ആയിട്ട് വെക്കാം. ഇത് ഇതേപോലെ ഒന്ന് ഇടിച്ച് പരത്തി നല്ല രീതിയിൽ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക. ഇതേപോലെ 2ആയിട്ട് എടുക്കുക. ദെൻ അതിലോട്ട് നമുക്ക് ആഡ് ചെയ്യാനായിട്ടുള്ള സവാള എടുക്കാം. ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്തിടാം. ദെൻ അതിലോട്ട് നമുക്ക് ക്യാരറ്റ് ഇടാം. ഇതേപോലെ കുനുകുനാന്ന് അരിഞ്ഞിട്ട് ക്യാരറ്റ് ഇടാം. ദെൻ അതിലോട്ട് വേണ്ടത് നമുക്ക് തക്കാളിയാണ്. ഇത്രയും വലിയ തക്കാളി വേണ്ട, പകുതി തക്കാളി മതി. കുറച്ച് തക്കാളി ഇടുക. ദെൻ അതിലോട്ട് വേണ്ടത് നമുക്ക് മയോണൈസ് ആണ്. കുറച്ച് മയോണൈസ് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. വേണമെങ്കിൽ കുറച്ച് അധികം ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ 3 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ദെൻ അതിലോട്ട് നമുക്ക് ടൊമാറ്റോ സോസ് ആഡ് ചെയ്യാം. ഇതേപോലെ എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് കുറച്ചുപ്പ്, നമുക്ക് കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ കുറച്ചുപ്പിടാം. ദെൻ അതിലോട്ട് നമുക്ക് നമ്മുടെ എഗ്ഗ് വൈറ്റ് അതിട്ടിട്ട് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക. ദെൻ നമുക്ക് സമയം കളയാതെ എത്രയും പെട്ടെന്ന് നമുക്കിത് ഫില്ല് ചെയ്യാം. ഇതേപോലെ മയോണൈസ് ആദ്യം തേച്ച് കൊടുക്കുക. ദെൻ അതിലോട്ട് നമുക്ക് വളരെ കുറച്ച് നമ്മുടെ ഫില്ലിങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ മാറ്റി വെക്കാം. എന്നിട്ട് അടുത്ത ബ്രെഡിലോട്ട് നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ആഡ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്ത് മാറ്റി വെക്കാം. എന്നിട്ട് അതിലോട്ട് മുകളിൽ വെച്ച് നമ്മൾ അടച്ചു കഴിഞ്ഞാൽ നമ്മുടെ സാൻഡ്വിച്ച് റെഡി. ഇനി നമുക്കിത് അച്ഛനെ കൊണ്ട് തന്നെ ടേസ്റ്റ് ചെയ്യിപ്പിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം. സൂപ്പർ, കൊള്ളാം.